ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡിൽ നടത്തിയ ചാമകൃഷി വിളവെടുപ്പ് നടന്നു. വാർഡിലെ അർപ്പണം കൃഷിക്കൂട്ടമാണ് കൃഷി ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ എബി ബാബു അധ്യക്ഷത വഹിച്ചു. ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ 7ാം വാർഡിൽ അർപ്പണം കൃഷിക്കൂട്ടം ചെയ്ത ചാമകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഈ വർഷവും ചാമകൃഷി നല്ല വിളവെടുപ്പാണ് അർപ്പണം കൃഷിക്കൂട്ടത്തിന് കിട്ടിയത്. ഇതിനുവേണ്ടി കൃഷി ഓഫീസിൻ്റെ സഹായമുണ്ട്, CPCയുടെ സഹായമുണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായമുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാരാണ് ഈ കൃഷിക്കൂട്ടം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൃഷിഭവൻ്റെ ഒരു സഹായമൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ വലിയ തോതിലാണ് ഇത്തവണ നമ്മൾ ചെറുധാന്യ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7ാം വാർഡിൽ മാത്രമല്ല 15 വാർഡിൽ നമ്മൾ പലതരത്തിലുള്ള ചെറുധാന്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാമ ചെയ്യുന്നു, കഴിഞ്ഞ ദിവസം പനിവര വിളവെടുത്തു, ഇനിയിപ്പോൾ മണിച്ചോളം വിളവെടുക്കാൻ പോകുന്നു, ഈ വർഷം പഞ്ഞിപ്പുല്ല് കൃഷി ചെയ്യാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ചെറുധാന്യങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അല്ലേ. അട്ടപ്പാടിയിലൊക്കെ കണ്ടുവരുന്നത്. ഇന്നലെ ഞാൻ അട്ടപ്പാടിലായിരുന്നു. അപ്പോൾ അവിടെ മില്ലറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളുടെ ഏക്കറൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടിപ്പോയി. ഇലയിൽ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ഇവിടെ നടത്തിയ പോക്കനൊക്കെ പറഞ്ഞ് പിന്നാരും മില്ലിയില്ല മില്ലറ്റിനെ. പിന്നെ പ്രസിഡന്റ് പറയുമെന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും നമുക്ക് അഭിമാനത്തോടെ പോകാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് മില്ലറ്റ് കൃഷി, ചെറുധാന്യ കൃഷി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ അർപ്പണം കൃഷിക്കൂട്ടത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിന് നേരത്തെ കൂടെ നിൽക്കുന്ന കൃഷി ഓഫീസിലെ സ്റ്റാഫിനെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാം എന്നുള്ള തരത്തിൽ CPCRI ഡോക്ടർ അനിതകുമാരിയുമാണ് നമ്മളെ സഹായിക്കുന്നത്. ഡോക്ടർ അനിതകുമാരിയുമാണെയും പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കൃഷി ഓഫീസർ എബി ബാബു, AE ആദർശ്, മേറ്റ് സുധ എന്നിവർ സംസാരിച്ചു. CPCRI വിത്ത്, വളം എന്നിവ തന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഭൂമി കൃഷിയോഗ്യമാക്കി. കൃഷിഭവൻ പരിചരണം നൽകി. പഞ്ചായത്ത് നേതൃത്വം നൽകി. 2ാം തവണയാണ് ചെറുധാന്യമായ ചാമ ഇവിടെ കൃഷി ചെയ്യുന്നത്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ചെറുധാന്യ കൃഷി ദേവികുളങ്ങര പഞ്ചായത്തിൽ ചെയ്യുന്നത്. CPCRയുടെ നേതൃത്വത്തിൽ ഫാർമർ ഫസ്റ്റ് പ്രോഗ്രാമിലാണ് നമ്മൾ ആദ്യമായി ചെറുധാന്യ കൃഷി ചെയ്യുന്നത്. അതിൽ നിന്ന് നമ്മൾ വിത്ത് ശേഖരിച്ച് വെക്കുകയും അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും നമ്മൾ ചെറുധാന്യ കൃഷി നമ്മുടെ പഞ്ചായത്തിൽ ഒരു 20 ഹെക്ടറോളം സ്ഥലത്ത് നമ്മൾ ചെയ്തു. നമ്മുടെ തൊഴിലുറപ്പ് അംഗങ്ങളെ തന്നെ കൃഷിക്കൂട്ടങ്ങളായിട്ട് രൂപീകരിച്ചിട്ടാണ് നമ്മൾ കൃഷി ഇപ്പോൾ പ്രധാനമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ ചെയ്യുന്നത്. 80 കൃഷിക്കൂട്ടങ്ങളോടെ നമ്മുടെ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരു വിള കലണ്ടർ നമ്മൾ തയ്യാറാക്കി പലവിധ കൃഷികളാണ് നമ്മുടെ കൃഷിക്കൂട്ടത്തിലെ അംഗങ്ങളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കുന്നത്. അപ്പം ഈ വർഷത്തെ അവസാനമായിട്ട് നമ്മൾ ചെറുധാന്യ കൃഷിയാണ് ഇപ്പോൾ ചെയ്ത് അതിൻ്റെ വിളവെടുപ്പിനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെയധികം കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ ആ ഒരു പ്രോത്സാഹനത്തിൻ്റെയും ഒരു ഫലമായിട്ട് നമ്മുടെ അംഗങ്ങൾ നമ്മുടെ കൂടെ സഹകരിക്കുകയും നല്ല രീതിയിൽ അവർ കൃഷി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. വാർഡ് 7 ദേവികുളങ്ങര പഞ്ചായത്ത് വാർഡ് 7 2ാം തവണയായിട്ടാണ് ഞങ്ങളിപ്പോൾ ചാമകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും വളരെ കുറച്ച് പേരെ അതിൽ നിന്ന് വളരെ നിർബന്ധപൂർവ്വം ഇതിലേക്ക് സാറ് ഞങ്ങളെ നിർബന്ധിച്ചിറക്കുകയും അങ്ങനെ ഞങ്ങൾ വളരെ നന്നായി കൃഷി ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുകയും ചെയ്തു. ആദ്യം ചാമ ഞങ്ങൾ കൃഷി ചെയ്ത് വളരെ തരക്കേടില്ലാത്ത വരുമാനം ഞങ്ങൾക്ക് അതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. 2ാമതാണ് ചാമ കൃഷി ചെയ്യുന്നത്. ഇടവിള കൃഷിയൊക്കെ ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇത് എള്ള് കൃഷി ചെയ്തു. 5.5-6 കിലോ എള്ളും ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വളരെ ഒത്തൊരുമയോടുകൂടി ദിവസവും ഒരു 2 മണിയോടുകൂടിയൊക്കെ ഈ സ്ഥലത്തെത്തുകയും 6 മണിയൊക്കെ ആവും ഇവിടുന്ന് പോകുമ്പോൾ വെള്ളവും ഒക്കെ ചെയ്താണ് ഞങ്ങൾ ഇതൊക്കെ തുടങ്ങിയെങ്കിലും ഞങ്ങൾക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും എല്ലാം കഴിഞ്ഞു. CDNet ന്യൂസ്, ദേവികുളങ്ങര.